പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ഷീറ്റ് നമ്മുടെയൊക്കെ കൈ തന്നായിരുന്നു. അതിൽ നാലാമതൊരു ചാൻസ് ഉണ്ട്. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ നാളാകാംക്ഷയോടെ നിന്നെ മാടം ലിന്നി വീടും ലിന്നി വീടും നീനി ഞാൻ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്ന പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്ന. ഇങ്ങനൊരു നിലവിളി നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അവിടെ പറഞ്ഞിരിക്കുന്ന കൃപാക്കടലേ, കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ തീരത്ത് ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നേൻ. എന്താ എൻ്റെ അർത്ഥം? കൃപക്കടലാകുന്ന നിന്റെ സമീപത്ത് ഞാൻ അനേക നാളായി ആകാംക്ഷയോടെ നിൽക്കുക. നമ്മൾ അങ്ങനാണോ കർത്താവിന് മുമ്പിൽ നിൽക്കുന്നത്? എന്തിനുള്ള ആകാംക്ഷയാ? ആ കൃപയുടെ നിറവ് നമ്മുടെ മേലെ ഒഴുകാനായിട്ട്. എഫെസ്യനിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിനാണ് അവൻ നമ്മളെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയത്. ഈ കൃപയുടെ അത്യന്ത ധനം എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളെ ആത്മാവിൽ നടക്കാൻ ശീലിപ്പിക്കുക. നമ്മൾ ദേഹത്തെ ഈ ആത്മാവെന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് നാളായി നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ സാത്താനെ നമ്മളെ വഞ്ചിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് വചനം ചെയ്യുന്നൊരു പ്രവൃത്തി അതാണെന്ന് എബ്രായലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിവഞ്ചകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ ദൈവത്തിന് ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പം ആത്മാവിൽ നിന്ന് വരുന്ന എന്താണ്, ദേഹിയിൽ നിന്ന് വരുന്നത് എന്താണ്, ശരീരത്തിൽ നിന്ന് വരുന്നത് എന്താ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നിരാശപ്പെടാനുള്ളൊരു കാരണം എന്താ? പലപ്പോഴും ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും വീണ്ടും ജനിച്ച ഒരാൾ എപ്പോഴും നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവിനോടൊപ്പം നിൽക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ ആയിരിക്കുക? ജഡം, ലോകം, പിശാച്. ജഡം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തത കിട്ടിയ നമുക്ക് ജഡം എന്ന് പറഞ്ഞാൽ എന്താന്ന്? നമ്മൾ ദൈവത്തിന് അനുകൂലമാണ് നിൽക്കുന്ന ഒരു തലവേ ഉള്ളൂ, ആത്മാവ്. ദേഹിയും ദേഹവും ആർക്കെതിരാ? ദൈവത്തിനെതിരാ. അതുകൊണ്ട് തന്നെ ഈ ദേഹിയിൽ നമുക്കറിയാം 3 തലങ്ങളാണ് ഉള്ളത്. മനസ്സ്, ഇച്ഛ, വികാരം. അല്ലെങ്കിൽ മനസ്സ്, വികാരം, ഇച്ഛ. ഈ 3 എണ്ണമാണ് ഉള്ളത്. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാം ദൈവത്തിന് അനുകൂലമാണോ എതിരാണോ? ഇത് നമ്മുടെ ശത്രുവാണ്. ശത്രുവിൽ നിന്ന് വരുന്ന നമുക്ക് അനുകൂലമാണോ എതിരാണോ? എതിരാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിന്തകൾ വന്നതിൻ്റെ പേരിൽ നിരാശപ്പെടാറില്ലേ? നമ്മൾ പാപം ചെയ്യുമെന്ന് പറയാറില്ലേ? പക്ഷെ അങ്ങനെയല്ലേ എൻ്റെ യാഥാർത്ഥ്യം. നമ്മളെ ചിന്തകളെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിന്തകൾ വരും. അതാരാ കൊണ്ടിരുന്നേ? സാത്താനാ കൊണ്ടിരുന്നേ. 2 തരം ചിന്തകളുണ്ട്. ഒന്ന് ആത്മാവ് കൊണ്ടിരുന്ന ചിന്തകളുണ്ട്. റോമർ 8:6-7. ആത്മാവിന്റെ ചിന്ത എന്താ നമ്മൾ ചെയ്യുന്നത്? ജീവനും സമാധാനവും. അപ്പൊ നമ്മൾ അസമാധാനം കൊണ്ടിരുന്ന ചിന്ത എവിടുന്ന് വരുന്നതാ? ജഡത്തിൽ നിന്ന് വരുന്നതാ, സാത്താനിൽ നിന്ന് വരുന്നതാ. അപ്പൊ നമ്മളിതിലേതാ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. ഞാൻ എപ്പോഴും ആരോടുകൂടിയാണ് നിൽക്കുന്നത്? ആത്മാവിനോട് കൂടിയാണ്. ആത്മാവിൽ വരുന്നത് മാത്രമേ ഞാൻ
സ്വീകരിക്കത്തുള്ളൂ. അപ്പം അത് ആത്മാവിൽ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ തെളിവ് അത് നമുക്ക് ജീവനും സമാധാനവും തരുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അസമാധാനവും അസന്തുഷ്ടിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഉറവിടം എവിടെയാ? ദേഹിയ, നമ്മുടെ മനസ്സാ. നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല, നമ്മളതിനോട് എതിർത്ത് നിൽക്കുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നിടത്ത് ഈ സത്യം നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് നിരാശപ്പെട്ടു പോകും. നിരാശ എവിടെ ഉള്ളതാ? ആത്മാവിൽ നിരാശയുണ്ടോ? ആത്മാവിൽ അസമാധാനമുണ്ടോ? ആത്മാവിൽ എന്തേ ഉള്ളൂ? അല്ലെ, ആത്മാവിൻ്റെ ഫലങ്ങളല്ല, ഫലം എന്നാ പറയുന്നത്. ഒരു മരത്തിൽ തന്നെ ഉണ്ടാകുന്ന വിവിധ ഫലങ്ങൾ പോലെ ആത്മാവിൻ്റെ ഫലം. ഗലാത്യർ 5:26, 27, 22 ജഡത്തിന്റെ പ്രവൃത്തി പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ആത്മാവിൻ്റെ ഫലമോ, ഒന്നാമത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതെല്ലാം ഒരു വൃക്ഷത്തിന്റെ ഫലം, ആത്മാവിൽ നിന്ന് വരുന്ന ഫലമാണ്. അവിടെ അസമാധാനമില്ല, അസംതൃപ്തിയില്ല, കോപമില്ല, പകയില്ല, പിണക്കമില്ല, ദുശ്ചിന്തകളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ആത്മാവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അവിടെ ലിവിംഗ് വിൽ ഇങ്ങനെ പറഞ്ഞു, ആത്മാവിൽ വെച്ച മനസ്സ് ജീവൻ, ജഡത്തിൽ വെച്ച മനസ്സ് മരണം. നമ്മൾ ഈ കോപം വരുന്ന എവിടുന്ന? അതിൻ്റെ ഒരിടം ജഡവാ. ദുർമോഹങ്ങൾ വരുന്ന എവിടുന്ന? നമുക്ക് പിണക്കം വരുന്ന എവിടുന്ന? ഇതെല്ലാം ജഡത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ മനസ്സ് എവിടെ വെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗലാത്യർ കൊലോസ്യർ 3:1 പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു, ഉയരത്തുള്ള ചിന്തിച്ചു കൊള്ളുവീൻ. ഇപ്പം നമ്മളെ എന്ത് ചെയ്ത് നമ്മളെ പിശുമായിരിക്കും? നമ്മൾ ക്രിസ്തുവിനോട് നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? അല്ലേ, ഇവിടെ ഇപ്പം നമ്മളിരിക്കുമ്പോൾ പരസ്പരം നമ്മൾ കാണുന്നുണ്ട്, ഈ ബിൽഡിങ്ങും ഫാനും ഇതെല്ലാം കാണുന്നുണ്ട്. സ്വർഗത്തിലിരിക്കുമ്പോൾ എന്താ കാണുക? നമ്മളെ വിശ്വാസം സ്വർഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നേ, ആത്മാവിൽ. സ്വർഗത്തിൽ എന്താ ഉള്ളത്? നീതിയും സമാധാനവും സന്തോഷവും, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. അവിടെ രാത്രിയില്ല, ഇല്ലേ? നമുക്കതൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഇരുത്തിയ സ്വർഗത്തിലാണെങ്കിൽ നമ്മൾ എവിടെയായി എവിടെയുള്ളതാ കാണണ്ടിയെ? സ്വർഗത്തിലുള്ള കാണണ്ടി. പക്ഷെ നമ്മളിപ്പം കാണുന്ന എവിടെയുള്ളതാ? ഈ ഭൂമിയിൽ തന്നെയുള്ളത്. എന്തുകൊണ്ടാതെ? നമ്മളെ ആത്മാവിലാണ് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിനോടുകൂടി ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ ആത്മാവ് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. ആത്മാവിന്റെ ദാഹം എന്തിനു വേണ്ടിയിട്ടാ? സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു, ആത്മാവ് ദാഹിക്കുന്നു. യെശയ്യാ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട്, എൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അന്വേഷിക്കും. നമുക്കറിയാം ദൈവം ആത്മാവ്, ആ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. സാത്താനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ സാത്താനെ തിരിച്ചറിയുന്നത്? ആത്മാവില്ല സാത്താനെ സാത്താനും ആത്മാവാ. സാത്താനും രൂപമില്ല, ഒരു ശരീരമില്ല. നമ്മൾ ദൈവത്തെ കാണുന്നതും സാത്താനെ തിരിച്ചറിയുന്നതെല്ലാം എങ്ങനെ? അതുകൊണ്ട് ഞാൻ പ്രാവശ്യം ഉദാഹരണം പറഞ്ഞ്, കണ്ണു തുറക്കാത്ത ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് ഒരു പട്ടിയുടെ മണം അടിച്ചാടനെ പൂച്ചക്കുഞ്ഞ് എങ്ങനെ പ്രതികരിക്കുന്നത്? എന്നെ കണ്ടാൽ അറിയാം. ചീറ്റി ശത്രുവിൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞിട്ട് ആ സെൻസ് എവിടുന്ന് വരുന്ന? എൻ്റെ പുറമേയുള്ള കണ്ണുകൊണ്ടല്ല, ആന്തരികമായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു ജന്മവാസന എന്ന് അറിയുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്ന ആളുടെ ഉള്ളിൽ, ആത്മാവിൽ ഈ ദൈവം ഈ സെൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ചെറിയ പിള്ളേരോടുള്ള ബന്ധത്തിൽ അവർ ജനിക്കുമ്പോൾ ഈ സെൻസ് എല്ലാം അവർക്കുണ്ട്. പക്ഷെ അതൊന്നും വളർന്നില്ലാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പം ശബ്ദമാണെങ്കിൽ പോലും നമ്മളൊരു ചെറിയ കുഞ്ഞ് ശബ്ദം തിരിച്ചറിയാൻ എന്ന പ്രായത്തിൽ നമ്മളൊരു ഒച്ച ഉണ്ടാക്കിയാൽ കുഞ്ഞിങ്ങനെ വട്ടം നോക്കും. അതിനറിയത്തില്ല എവിടുന്നാ വന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഈ സൈഡിൽ നിന്ന് വന്നതെന്നിരിക്കും. പക്ഷേ കുഞ്ഞിന് ആ സെൻസ് വളരാത്തതുകൊണ്ട് അതിനറിയത്തില്ല. പക്ഷെ എന്ത് ചെയ്യും? കേട്ടിട്ട് ഇങ്ങനെ വട്ടം നോക്കും, എവിടുന്നാ ഒച്ച വന്നതെന്ന്. ആത്മാവിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു കഴിയുമ്പം ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും ആദ്യം. പക്ഷെ ചിലപ്പോൾ അത് വ്യക്തമായിരിക്കത്തില്ല. പക്ഷെ നമ്മളൊരു ശബ്ദം കേട്ടു നമുക്കറിയാം. ശൗമേൽ ബാലൻ കേട്ട പോലെ, ശൗമേൽ എന്നുള്ള വിളി കേട്ടു. അപ്പം ശൗമേൽ എന്ത് ചിന്തിച്ചു? ഇവിടെ ആരേ ഉള്ളൂ? ഏലിയേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ഏലി ആയിരിക്കും വിളിച്ചതെന്നാണ് വിചാരിച്ചത്, അല്ലേ? രണ്ടാമത് വിളി കേട്ടപ്പോഴും മൂന്നാമത് വിളി കേട്ടപ്പോഴും
അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഏലി എന്ത് പറഞ്ഞു? ഇനിയും വിളിച്ചാൽ നീ എന്ത് പറയണം? ഇങ്ങോട്ട് വരണ്ട, നീ കിടക്കുന്നിടത്ത് കിടന്നുണ്ടെന്ന് പറയണം, ദൈവമേ യഹോവയെ അരുളി ചെയ്യണം, അടിയും കേൾക്കുന്നു പറഞ്ഞാൽ മതി. അങ്ങനെ ആ ശബ്ദം കേട്ടെ. പഴയ നിയമകാലത്ത് നമ്മുടെ ഈ ബാഹ്യമായ ചെവി കൊണ്ട് തന്നെയായിരുന്നു ദൈവശബ്ദം കേൾക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ചെവി കൊണ്ടാണ് ദൈവശബ്ദം കേൾക്കുന്നത്. വലിയ ഒച്ചപ്പാടിൻ്റെ ഒക്കെ മധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമുക്ക് ദൈവശബ്ദം കേട്ടോണ്ടിരിക്കാൻ കഴിയും. വലിയ ഒച്ചയും ബഹളവും ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോഴും ആത്മാവിൽ നമുക്ക് ദൈവത്തെ കേട്ടോണ്ടിരിക്കാൻ കഴിയും. ആത്മാവിൽ ദൈവത്തെ അറിയാനായിട്ട് കഴിയും, അനുഭവിക്കാൻ കഴിയും, സ്പർശിക്കാൻ കഴിയും. നമ്മളെ ആ ഒരു തലത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും ജനിക്കുന്ന ആത്മാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നു. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണ സഹിതം ഒരു പ്രാവശ്യം പറഞ്ഞു. അന്ന് ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചും പറഞ്ഞു, ബ്രദർ പറഞ്ഞത് ആർക്കും പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നില്ല. ഞാനന്ന് പറഞ്ഞത് എന്തായിരുന്നു? വലതു കൈ ഇല്ലാത്ത ഒരാളെ പോലെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഒരു ഉദാഹരണമായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തുകൊണ്ടാണ്? ഇടതു കൈ കൊണ്ടാണ്. ഒരിക്കൽ പെട്ടെന്ന് ദൈവം നമുക്ക് വലതു കൈ ഇങ്ങ് തരിക. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് വലതു വേണ്ടി നീയെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പരീക്ഷ വരും, അല്ലേ? നമ്മൾ ചെയ്ത് ശീലിച്ചു പോയതായതുകൊണ്ട് എന്ത് കാര്യം വരും പെട്ടെന്ന് ആദ്യം ആരാ മുന്നോട്ട് ചാടുന്നത്? ഇടതു കൈ ചാടും. അന്നേരം നമ്മൾ എന്ത് പറയും? പറ്റത്തില്ല, ഞാൻ വലതു വേണ്ടി ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ച നമ്മൾ അനുഭവിക്കുന്ന പ്രായോഗിക കാര്യം നമുക്കറിയാം. നമ്മൾ കോപിച്ച് ശീലിച്ച ഒരാളാണേൽ ഒരു പരീക്ഷ വരുന്നുണ്ട്, ആദ്യം എന്താ വരുന്നേ? അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, പിറകിൽ നിന്ന്, അതല്ല വഴി, നീ കോപിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? എൻ്റെ അവയവത്തെ നീതിരായുധങ്ങളായി വിശുദ്ധീകരണത്തിന് ഞാൻ കൊടുക്കുക. ഞാൻ കോപിക്കുകയില്ല. ആകാത്ത വാക്ക് പറയാൻ എന്ത് ചെയ്യും? ആത്മീയവർദ്ധന വരുന്ന വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരാൻ തുടങ്ങും. പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ദൈവം നമ്മളെ നടത്തി പഠിപ്പിക്കുന്നത്. അപ്പം അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനോട് എന്താ പറഞ്ഞു? നീ നിന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നമ്മൾ അടുത്ത അധ്യായത്തിൽ എന്താ വായിക്കുന്നത് അറിയാം? തേരഹ് അബ്രഹാമിനെയും ലോത്തിനെയും കൂട്ടിക്കൊണ്ട് കനാലിലേക്ക് പോവാൻ യാത്ര പുറപ്പെട്ടെന്ന്. അപ്പം നമ്മുടെയും പ്രശ്നം ഇതാ, ആത്മാവിൽ വിളി കേട്ടക്കുന്ന ഉടനെ ജഡം ചാടി പുറപ്പെടും. നമുക്ക് പോയേക്കാം. നമ്മൾ പ്രബോധിപ്പിക്കും പലപ്പോഴും ആത്മാവിലല്ല, ഈ പറഞ്ഞ ജഡത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രബോധിപ്പിക്കുന്നത്. ജഡം ആദ്യം ചാടി പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയത്തിൽ നിന്ന്. ഇപ്പം നമുക്കറിയാം, ദൈവിക വെളിപ്പാട് കൊണ്ട് നല്ല ആശയങ്ങളുമുണ്ട്. നല്ല ബുദ്ധിയുള്ള ഒരാൾ വചനം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ ചിന്തയിൽ നല്ല ബുദ്ധിയുള്ള ആശയങ്ങൾ വെളിപ്പെട്ട് വരും. ഒരു ഇങ്ങനൊരു തോന്നലൊക്കെ വരും. പക്ഷെ ആത്മാവ് കൊടുക്കുന്ന വെളിപ്പാടെന്ന് പറഞ്ഞാലോ, ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. ആ വെളിപ്പാടെന്ന് പറഞ്ഞാൽ, ആ ദൈവാത്മാവ് നമുക്കൊരു വെളിപ്പാട് തരുമ്പം നമ്മുടെ ആത്മാവിൽ ഒരു നിറവും കൂടെ കിട്ടും. ഫിലിപ്പിലേഖനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നിങ്ങളിൽ ചെയ്യുന്നത്. വിൽ ആൻഡ് ഡു. ഇച്ഛ ആരാ തരുന്നേ? ദൈവം. അത് ചെയ്യാനുള്ള ശക്തിയോ? അതും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ജഡം എന്ത് ചെയ്യും? ചെയ്യാനായിട്ട് ചാടി പുറപ്പെടും. അപ്പൊ ജഡം അങ്ങനെ ചാടി പുറപ്പെടാനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അങ്ങനെ നടക്കുന്നില്ല, അസ്വസ്ഥമാകും. ഒരു കാര്യം പറഞ്ഞിട്ട് അന്നേരം അനുസരിച്ചില്ല, ജഡത്തിന് എന്ത് വരും? അസ്വസ്ഥ വരും. അകത്തൊരു വല്ലാത്ത ഇതൊക്കെ കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള തള്ളൽ വരും. പക്ഷെ ആത്മാവാണെങ്കിലോ ഉടനെ അനുസരിച്ചില്ലേലും സ്വസ്ഥമായിരിക്കും. 3-4 വിളിച്ചിട്ട് കേട്ടില്ലേലും സ്വസ്ഥതയിലായിരിക്കും. പക്ഷേ ജഡമാണെങ്കിലോ 3 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് കേട്ടില്ല. അല്ലാതെ പത്രോസ് ചോദിച്ച സഹോദരനോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം. അതൊരു പരിധിയാണ്, അത്രയും മതിയോ? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ജഡം എപ്പോഴും, നമ്മൾ ജഡത്തിൽ ജീവിച്ചവരായതുകൊണ്ട് ജഡം എപ്പോഴും ഒരു ലീഡിങ് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ തന്നെ ത്യജിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ ലീഡിങ്ങിനെ അവഗണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്താ കാത്തിരിക്കുന്നത്? ആത്മാവ് എന്ത് പറയുന്നു? ഇപ്പം നമ്മുടെ സംസാരം ചിന്തിച്ച് നോക്കിക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഒരാൾ സംസാരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ കയറി സംസാരിക്കും, അല്ലേ? പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് കയറി സംസാരിക്കും. അപ്പോൾ ആരാ മുന്നേ നിൽക്കുന്നത്? ജഡോ. ആത്മാവാണ് എന്ത് ചെയ്യും? സ്വസ്ഥമായിരിക്കും. അതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ജഡത്തിൽ നിന്ന് തന്നെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ
നമുക്ക് അത് നേരം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയും നിർത്ത്, ഞാൻ പറഞ്ഞ കേൾക്കാൻ പറയും. ഇപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ സാത്താന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ? ആത്മാവിൽ നമുക്കൊരു അസ്വസ്ഥത വരും. ഞാൻ പറഞ്ഞ പോലെ ഒരു പട്ടി പൂച്ചക്കുഞ്ഞ് കിടക്കുന്നിടത്തൊരു വരികയാണെങ്കിൽ കാണുമൊന്നും വേണ്ട, ആ മണം വരുന്നതുകൊണ്ട് പൂച്ചക്കുഞ്ഞിൻ്റെ സ്വഭാവവും രൂപവും മുഖഭാവവും ഒക്കെ മാറി രോമമൊക്കെ എഴുന്നേപ്പിച്ച് ഇങ്ങനെ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തും. ആത്മാവിലും അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താനുള്ള വഴി എന്താ പറഞ്ഞ് മത്തായി സുവിശേഷം 11:29 പറഞ്ഞ് 28-29 അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ ആ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്. അപ്പം ഈ ശിഷ്യത്വത്തിന്റെ പ്രാഥമികമായ ഒരു തലമെന്ന് പറയുന്നത് സൗമ്യതയും താഴ്മയുമാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പം കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അവരെങ്ങനെ പ്രതികരിക്കണ്ടേ? നിശബ്ദരായിരുന്നത് കേൾക്കണം. പക്ഷെ അതിനിടയ്ക്ക് അവർ ചട്ടവും ന്യായവും ഒക്കെ പറയുകയാണല്ലോ. അത് സൗമ്യതയുള്ള ഒരു ആത്മാവിൽ നിന്ന് വരുന്നതല്ല. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ്. ശിഷ്യന്റെ നാവ് എന്താ? ഗുരുവിനെ വല്ലതും പഠിപ്പിക്കാനുണ്ടോ? പിന്നെ സംശയം ചോദിക്കാം അല്ലേ? ചിലത് മനസ്സിലാകാണ്ട് വരുമ്പോൾ ചോദിക്കാം. പക്ഷെ യേശുവിന് ആ ഒരു നാവ് ഉണ്ടായിരുന്നു. അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. യശയ്യാ 11 നമ്മൾ അങ്ങനെ വായിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും ശിഷ്യന്മാരുടെ നാവല്ല ഉള്ളത്, ആണോ? അല്ല, നമുക്ക് ഗുരുവിൻ്റെ നാവാ ഉള്ളത്. പലപ്പോഴും ഭാര്യമാർക്ക് ഭർത്താവായിട്ട് സംസാരിക്കുമ്പോൾ ആരുടെ നാവാ ഉള്ളത്? ഒരു ഗുരുവിൻ്റെ നാവാ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക് ഇല്ലേ? ശരിക്കും പലപ്പോഴും അങ്ങനല്ലേ? അത് എന്താ അതിൻ്റെ കാരണം? അവിടെ നമ്മുടെ ദേഹിയാണ് മുന്നോട്ട് വരുന്നത്, സ്വയം ദേഹിയെ മുന്നോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ ദേഹിയെ അല്ലെ പ്രാണനെ മരണത്തിന് ഒഴുക്കി കളയുന്നിടത്ത് മാത്രമേ ദൈവിക ജീവൻ നമ്മളിൽ വർദ്ധിച്ചു വരത്തുള്ളൂ. ആ വഴിയിൽ നമ്മൾ നിശബ്ദരായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ആത്മാവിൻ്റെ തലത്തിലേക്ക് മാറണം. ഈ ഇടത് കൈ പറ്റെ ഒഴിവാക്കിയിട്ട് വലത് കൈയിൽ മാത്രം ആശ്രയിക്കാൻ തുടങ്ങണം. അപ്പം അതിൻ്റെ പ്രാഥമിക പടി എന്ന് പറയുന്നത്, ദൈവം എപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വെളിപ്പാടായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതെപ്പോഴാണ് ആ വെളിപ്പാട് നമുക്ക് കിട്ടുന്നതെന്നറിയാം? 1 യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ല ലേഖനത്തിൽ, 1 യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ 6-7 വാക്യങ്ങൾ. യോഹന്നാൻ 1:6-7 അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്ന സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നു പറഞ്ഞാൽ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രൻ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ 6-ാം വാക്യത്തിൽ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയും. ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഇരുട്ടിൽ നടക്കുക എന്ന് പറയും? പെട്ടെന്ന് നമുക്ക് പാപം എന്ന് പറയാം, ജനറലി പറയും പാപം എന്ന് പറയാം. നമ്മൾ എവിടെ വെളിച്ചമുള്ളൂ? എഫീസ് ലേഖനം എഫീസ് ലേഖനമല്ല, 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-ാം വാക്യം. അവിടെ പറഞ്ഞ് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് 2 കൊരിന്ത്യർ 4:6 വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പം ഈ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ഹൃദയം. അതിനെ നമ്മൾ എഫെസ്യർ 1:17 വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കാന്ന് പറഞ്ഞാൽ ആ ഹൃദയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആശയ ഹൃദയമല്ല, ആത്മാവിലുള്ള ഹൃദയമാണ്. അത് ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പം ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? അത് പൂർണ്ണതയുള്ളൊരു വ്യക്തി തന്നെയാണ്. അതിന് രൂപമില്ലെങ്കിലും പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാണ്. അതിനെന്തൊക്കെയുണ്ട്? ദൈവം ആത്മാവാ. ദൈവത്തിന് കൈയുണ്ടോ? ഉണ്ട്. അവൻ്റെ കൈകളുടെ പ്രവൃത്തി എന്നൊക്കെ പറയും. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവിലും എന്തുണ്ട്? ഒരു വ്യക്തിത്വം ഉണ്ട്. ആത്മാവിൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ട്. അപ്പം ഈ ദൈവിക കാര്യങ്ങൾ ആർക്കേ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ?
ആത്മാവിന്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളത് ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കും. നമ്മളിങ്ങനെ ആലോചിക്കും, ഇതെന്താ ഇത്, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ മനസ്സിലാകുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരത്തില്ല. നമ്മൾ അനുസരിക്കുന്ന എങ്ങനെ? മനസ്സിലാക്കിയിട്ടാണോ വിശ്വാസത്താലാണോ? വിശ്വാസത്താലാ. നമുക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. ഇല്ലേ? ചിന്തിച്ച് നോക്കി. ഇപ്പം ഭർത്താവ് ഭാര്യയോട് പറയാം, നീ മിണ്ടാണ്ടിരുന്ന് ഞാൻ പറയുന്നത് കേൾക്കെ. അപ്പം ഭാര്യയുടെ ചിന്ത എന്താ? ഞാൻ മിണ്ടാണ്ടിരുന്നാൽ ശരിയാവും, ഞാൻ പറയുന്നത് കൊണ്ട് കേട്ടല്ലേ? ഇല്ലേ? പക്ഷെ വിശ്വാസത്താൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരി, ഞാൻ മിണ്ടുന്നില്ല, നിങ്ങൾ പറയാൻ കേൾക്കാം. അവിടെ എന്താ? നമ്മൾ അവിടുന്ന് നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക് മാറി. പക്ഷെ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് നിൽക്കാനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അതൊക്കെ പറഞ്ഞ് സമ്മതിച്ചാലും ഭർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതല്ല ശ്രദ്ധിക്കുന്നത്. ഈ ഉള്ളിൽ സ്വന്തം ചിന്തകളാൽ ഇങ്ങനെ നിറയപ്പെട്ടുകൊണ്ടിരിക്കും. ഒന്നും മനസ്സിലാകത്തില്ല, ഒന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഈ വചനവും നമുക്ക് ബുദ്ധിയിൽ നിന്ന് ഗ്രഹിക്കാം. രണ്ടു തരം ഉപദേശത്തെക്കുറിച്ച് തീമോഥെയോസിൽ പറയുന്നുണ്ട്. ഒന്ന് തീമോഥെയോസിൽ പറയുമ്പോൾ, ഒന്ന് തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. 1 തീമോഥെയോസ് 1:6 ചിലർ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരെ ഏൽപ്പാൻ ഇച്ഛിക്കുന്നു. ഈ ധർമ്മോപദേശം എവിടുന്ന് വരും? ധർമ്മോപദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാനിവിടെ നിന്ന് പറയുകയാണ് സഹോദരന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം, അവരോട് കയ്പില്ലാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം എൻ്റെ ഭാര്യയോട് കയ്പും വെറുപ്പും അസ്വസ്ഥിക്കേണ്ട. അത് എന്തുപദേശമാണ്? ധർമ്മോപദേശമാണ്. മറ്റേ പത്യോപദേശം എന്ന് പറയുന്നത്. പത്യോപദേശമാണ് എന്താ? പത്യോപദേശത്തിൻ്റെ പ്രത്യേകത എന്താ? 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട് പത്യോപദേശത്തെക്കുറിച്ച്. പത്യോപദേശത്തിന് വിപരീതമായ പത്യോപദേശത്തിൻ്റെ പ്രത്യേകത എന്താ? അത് തീമോഥെയോസിൽ തന്നെ പറയുന്നുണ്ട്. തീമോഥെയോസിന്റെ ലേഖനത്തില് 4:16 നിന്നെ തന്നെ ഉപദേശം സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പം സത്യോപദേശം പറയുന്നവർ ആദ്യം ആരാ രക്ഷപ്പെടുന്നത്? ഞാൻ തന്നെ. ഞാൻ എന്നെ തന്നെ ആദ്യം രക്ഷിക്കുന്നു, അതിനുശേഷം മറ്റുള്ളവർ പറയുമ്പോൾ അവരെയും രക്ഷിക്കുന്നു. പക്ഷെ ധർമ്മോപദേശമോ? ഞാൻ രക്ഷപ്പെടുന്നില്ല, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അത്. അപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളതിലൊരു വ്യക്തി എന്തായിരിക്കണം? വീട്ടിലെ സകലത്തിലും ഭാര്യയ്ക്കും പിള്ളേർക്കും മാതൃകയായിരിക്കണം. വാക്കില്, നടപ്പില്, ഇടപാടുകളിൽ, എല്ലാ കാര്യങ്ങളിലും ഒരു മാതൃകയായിരിക്കണം. അവർക്ക് അപ്പനെ നോക്കുമ്പോൾ ഒരു മാതൃകയായിട്ട് അവർക്ക് മനസ്സിലാവണം. പക്ഷെ നമ്മളങ്ങനെ ആണോ? നമ്മൾ സകലത്തിലും മാതൃകയാണോ? നമ്മുടെ വായി നാഗാത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അമാതൃക അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അത് പിള്ളേർക്ക് എന്ത് കണ്ടാണ് പഠിക്കുന്നത്? ഭാര്യ ഭർത്തൃബന്ധത്തെ കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. വേറെ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത് എങ്ങനെ? ഭർത്താവിനോട് അല്ലെ, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ സംസാരിക്കണമെന്ന് വചനം പറയുന്നത്? പത്രോസ് പറയുന്നുണ്ട്, അവർ ബലഹീന മാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവാശികളൊന്നും ഓർത്ത് അവർക്ക് പറ സൗര്യമാര് പഠിച്ചു ബഹുമാനം കൊടുപ്പീൻ, അല്ലേ? ബഹുമാനം കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനം എങ്ങനെ കൊടുക്കുന്നത്? അവിടെ ബഹുമാനിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ബഹുമാനം കൊടുപ്പീൻ. അതെങ്ങനെ ബഹുമാനം കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ ചില മുതിർന്ന 5-6 പേര് സംസാരിച്ചുകൊണ്ടിരിക്കാന്നിരിക്കും. അപ്പം നമ്മുടെ കുഞ്ഞു വന്ന് 5 വയസ്സുള്ള കുഞ്ഞു വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുക. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? പോടാകത്തെന്ന് പറയില്ലേ? നിനക്കെന്നെ ഇവിടെ കാര്യം എന്നുള്ള വട്ടം ചോദിക്കും. പക്ഷെ ആ കുഞ്ഞിന് നമ്മളെങ്ങനെ ബഹുമാനം കൊടുക്കുന്നത്? നമ്മൾ നിശബ്ദരായിരുന്ന കുഞ്ഞ് പറയാനുള്ളത് കേട്ടിട്ട് സ്നേഹത്തോടെ അതിനെ പറഞ്ഞു വിടുമ്പോൾ നമ്മളതിന് ബഹുമാനം കൊടുക്കുക. ഭാര്യയോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണ്. ഭാര്യ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നിശബ്ദരായിരുന്ന്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന് വിരുദ്ധമായ ഒത്തിരി ചിന്തകൾ വരാൻ തുടങ്ങും. ഇങ്ങനെ ഉറവ് പൊട്ടി വരുന്ന പോലെ ഒത്തിരി ചിന്തകൾ വരും. അതിനെ കണ്ടിക്കാനും അതങ്ങനെല്ലാം സ്ഥാപിക്കാനും. പക്ഷെ അത് ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോഴാൽ ഉണ്ടാകുന്നൊരു കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴിയിൽ നടക്കുമ്പോഴാണ് നമ്മൾ നിശബ്ദരായിട്ട് അവർ പറയുന്നത് കേട്ട് ഗ്രഹിക്കാൻ ശ്രമിക്കും. ഗ്രഹിച്ചതിന് ശേഷം നമ്മൾ മറുപടി പറയും.
ആ ബഹുമാനം എന്ന് പറയുമ്പം ഒരു ആത്മീയ വഴിയിൽ നടക്കുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഈ സ്വയത്തിൻ്റെ വഴിയിൽ, ജഡത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും? പോഷത്വം, പോഷത്വം ഇല്ലേ? ഇപ്പം സാധാരണ ഈ യഹൂദൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രത്യേകത, ഒരു യഹൂദൻ രാവിലെ എഴുന്നേറ്റാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നാണ് പറയുന്നത്. ഒന്നാമത്, ഞാനൊരു ജാതീയനല്ലാത്തതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഞാനൊരു സ്ത്രീ അല്ലായികയാൽ നിന്നെ സ്തുതിക്കുന്നു. യഹൂദൻ സ്ത്രീക്ക് അങ്ങനത്തെ ഒരു സ്ഥാനമാണ് കൊടുത്തിരുന്ന സമൂഹത്തിൽ. അത് യഹൂദൻ മാത്രമല്ല, എല്ലാ മനുഷ്യരോടുള്ള ബന്ധത്തിൽ സത്യമാണ്. ഇല്ലേ? നമ്മളും അങ്ങനല്ലേ സഹോദരിമാരെ കാണുന്നത്? ഓ, അവള് പറഞ്ഞതോ, എന്നാ മൈൻഡ് ചെയ്യാൻ, ഇല്ലേ? പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടത്. അങ്ങനെ ആയിരുന്നു യഹൂദൻ്റെ ഒരു നേച്ചർ. പക്ഷേ കർത്താവ് വന്നിട്ട് എന്തായി? നമ്മൾക്കറിയാം, കർത്താവിൻ്റെ ചരിത്രം വായിക്കുമ്പം എനിക്ക് തോന്നുന്നു ആണുങ്ങളെ കൂടുതൽ പെണ്ണുങ്ങളാണ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇല്ലേ? കർത്താവിനെ ശുശ്രൂഷിക്കുന്നൊരു വലിയ കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു. യഹൂദന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഇല്ല, അവിടെ നമുക്കറിയാം യഹൂദൻ്റെ സിനഗോഗിൽ മുസ്ലിങ്ങളുടെ സിനഗോഗ് പോലെ, പള്ളി പോലെ അവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. അവർക്ക് പെരുന്നാളിനൊക്കെ പോകാം, പക്ഷേ ദേവാലയത്തിലുള്ള ഒന്നിലും അവർക്ക് പങ്കാളിത്തമില്ല. പക്ഷെ പുതുമത്തിലേക്ക് വരുമ്പോഴോ, ആദിയിൽ എങ്ങനായിരുന്നു? കർത്താവിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആദിയിലുള്ള കാര്യമാണ്. ദൈവം ആദാമിനെ ഓയം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ സൃഷ്ടിച്ചേ? തുല്യരായിട്ടാണ് സൃഷ്ടിച്ചേ, തുല്യരായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടായിരിക്കണം ഈ നമ്മുടെ വല്യമ്മച്ചി സാത്താൻ പറയുന്നതൊക്കെ കേൾക്കുകയും പഴം പറക്കി വെച്ചപ്പോൾ ആദാം മിണ്ടാണ്ടിരുന്നേ. ഒരുപക്ഷെ ആ ഒരു മനോഭാവം കൊണ്ടായിരിക്കും മിണ്ടാണ്ട് പൊട്ടനെ പോലെ ഇരുന്ന് കൊണ്ട് കൊടുത്തപ്പം സന്തോഷത്തോടെ മേടിച്ചാലും തിന്ന് അത് കഴിഞ്ഞിട്ടാണ് കുറ്റം പറയാൻ തുടങ്ങി, അല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് അതിൻ്റെ കാരണം എന്താ? അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. ക്രിസ്തുവിലേക്ക് വരുമ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് അവർക്ക് ബഹുമാനം കൊടുക്കുകയും അവരെ ബഹുമാനം കൊടുക്കാനായിട്ടും ആദരിക്കാനൊക്കെ നമുക്ക് പറ്റും, പ്രശംസിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രശംസിക്കാറുണ്ടോ സഹോദരിമാരെ? ഇല്ല. രസാക് ബ്രദർ പറയുന്ന പോലെ രാവിലെ ഒരു ഗ്ലാസ് ചായ കൊണ്ടു തരുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? അതൊക്കെ അവർക്ക് വിധിക്കപ്പെട്ട കാര്യങ്ങളാ, അല്ലേ? പക്ഷെ നമ്മുടെ എഫീസിന്റെ 5-ാം എന്താ പറയുക? നന്ദിയുള്ളവരായി ഇരിപ്പീൻ. എന്തിനൊക്കെ നന്ദി കാണിക്കണം? കർത്താവ് എന്തിനാ നന്ദി പറഞ്ഞു? ഒരിക്കൽ കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ഇതൊരു പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു മാറ്റമാണ് അത്. അത് ആത്മാവിൻ്റെ നേച്ചർ അതായതുകൊണ്ട് നമ്മൾ ആ ആത്മാവിൻ്റെ സ്വഭാവത്തോട് പങ്കാളിത്തം പ്രാപിക്കുമ്പം അത് നമ്മളിലേക്ക് എന്താ ചെയ്യുന്നത്? പകരപ്പെടുക ചെയ്യുന്നത്. അതിനെതിരായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ സ്വയം, നമ്മുടെ ജഡം അതിനെതിരാ. ജഡം എപ്പോഴും തരുന്ന ഉപദേശം എന്താ? പെൺബുദ്ധി പിൻബുദ്ധി, അല്ലേ? ഇങ്ങനെ ഒത്തിരി പഴഞ്ചൊല്ലുകൾ തന്നെയുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം രൂഢമൂലമായിരിക്കുന്ന ഈ കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ മനസ്സ് പുതുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ആത്മാവ് മാത്രമായിരിക്കണം നമ്മുടെ വഴികാട്ടി. നമ്മുടെ സ്വന്തം ചിന്തകളോ സ്വന്തം ബുദ്ധിയോ ഒന്നും നമ്മളെ നയിക്കാനായിട്ട് പാടില്ല. അതിൻ്റെ കാരണം എന്താ? അത് വീണ്ടെടുക്കപ്പെട്ട തലമല്ല, അത് ആത്മാവേ വീണ്ടെടുക്കപ്പെട്ടുള്ളൂ. പക്ഷേ ആത്മാവിൽ നമ്മൾ ശക്തരാകും തോറും, യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേലെ ഉണ്ടായിരുന്നു. ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ആത്മാവിൽ നിന്നുള്ളതിന് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. സ്വന്തത്തിൽ നിന്ന് വരുന്നോ, സ്വയത്തിൽ നിന്ന് വരുന്നതോ ഇല്ലേ? ഇപ്പം നമ്മുടെ പിള്ളേർ പറഞ്ഞില്ലേ, റോയ് ബ്രദർ അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എന്താ പറഞ്ഞേ? ഏവലല്ലേ പറഞ്ഞേ? ആ അടി ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് ഞങ്ങളുടെ നന്മയ്ക്കാ. അത് ആത്മാവ് പറയുന്നൊരു ഉപദേശമാണ്. ജഡം എന്താ പറയുന്നത്? അങ്ങനെ അടിക്കാൻ പാടുണ്ടോ, അല്ലേ? എപ്പോഴും കാരണം എന്താ? ദൈവത്തിന് വചനം എന്താ പറയുന്നത്? ബാലിന് ശിക്ഷ കൊടുക്കാതെ ഇരിക്കരുത്. നമുക്ക് ഈ തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശിക്ഷ എന്ന് പറയുന്നത്. അത് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ശരിക്കും സന്തോഷിക്കാൻ വേണ്ടി. എബ്രായത്തിൽ പറഞ്ഞില്ല, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ദേഹിയുടെ തലത്തിൽ നിൽക്കുന്നവർക്ക് ഈ ശിക്ഷ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുന്നവരെന്ത് ചെയ്യും? ശിക്ഷ ചോദിച്ചു വാങ്ങും, ചോദിച്ചു വാങ്ങും. ശാസനം എന്ത് ചെയ്യും? ചോദിച്ചു വാങ്ങും. ശാസനം എങ്ങനെ ചോദിച്ചു വാങ്ങുന്നത്?
ഇപ്പം നമ്മുടെയൊക്കെ നേച്ചർ ഞാൻ പറയാം, നമ്മൾ എന്തെങ്കിലും വേണ്ടാത്ത കാണിച്ച് നമുക്ക് ഉള്ളി ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയത്തില്ല. ആരെങ്കിലും പറയൂ? നമ്മളത് മൂടി വെക്കും. പക്ഷെ ആത്മാവിൽ നടക്കുന്ന ഒരാളാണ് ചെന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ച് എന്താ ബ്രദറിൻ്റെ അഭിപ്രായം? സാധാരണ എന്താ അഭിപ്രായം കിട്ടുക? നല്ലൊരു ശാസനയായിരിക്കും. പക്ഷെ ആ ശാസന എന്താ? ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഈ ശാസന തലയ്ക്ക് എണ്ണയാണ്, തലയ്ക്ക് തണുപ്പ് തരുന്ന കാര്യമാണ്, അനുഗ്രഹം തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആത്മാവിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചു വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ യോഹന്നാനിൽ ഇങ്ങനെ വായിക്കുന്ന സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം അവിടെ രണ്ടു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 19-20 വാക്യങ്ങളാണ്. ഉം 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 അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കൂട്ടരെ കുറിച്ചാ. ഒരു കൂട്ടർ എന്തായിരുന്നു? വെളിച്ചത്തിലേക്ക് വരുന്നു. വെളിച്ചത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യോഹന്നാനിൽ അതാ വായിച്ചത്. നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രൻ യേശുവിൻ്റെ രക്തം സകല പാപങ്ങൾക്ക് നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കൊരു വ്യക്തത വേണം. എഫേസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളാണ്. എഫേസ്യർ 5:11 മുതൽ. ഉം 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 ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ. ആ ബോധം എങ്ങനെയാ വരുന്നേ? തൊട്ടുമുകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ബോധം വരുന്നേ? അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അപ്പം നമ്മളൊരു തിരുത്തും ശാസനയെ കിട്ടി നമുക്ക് ചില കാര്യങ്ങൾ ബോധം വന്നു. ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വെളിച്ചമാണ്. നമ്മൾ ആ വെളിച്ചത്തിൽ നടക്കണം. അല്ലെ, ബോധം വന്ന കാര്യം നമ്മൾ അനുസരിക്കണം. അല്ലെ, നമുക്ക് ഒത്തിരി ബോധക്കേടുള്ളവരാ. നമ്മൾ സുബോധമുള്ളവരല്ല. നമ്മുടെ കൂടുതൽ തലം സുബോധം ഇല്ലാത്ത, കുറഞ്ഞ തലത്തിലേ സുബോധമുള്ളൂ. നമ്മൾ 2 കൊരിന്ത്യർ 5:4 വായിച്ചതുപോലെ ഹൃദയത്തിന് ആഴത്തിലാണ് ഒരു വെളിച്ചം വന്നിരിക്കുന്നത്. അതിന് ചുറ്റും മുഴുവൻ എന്താ? ഇരുളിൻ്റെ നടുക്കാണ് ഇച്ചിരി വെളിച്ചമുള്ളത്. അപ്പം നമ്മൾ ഈ വെളിച്ചത്തിൽ നടക്കുന്നതോറും സംഭവിക്കും, നമ്മളുള്ള വെളിച്ചം വർദ്ധിച്ചു വരാൻ തുടങ്ങും. അതുമാത്രമല്ല, മറ്റുള്ളവർ ഈ വെളിച്ചം കാണാനും തുടങ്ങും. ഞാൻ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, ഭാര്യയോട് ക്ഷമിക്കുമ്പോൾ, ഭാര്യയുടെ കുറ്റങ്ങൾ കണക്കിടാതിരിക്കുമ്പം എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ പിള്ളേർ കാണാനായിട്ട് തുടങ്ങും ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നത്. അവർക്കും ബോധം വരും. അന്നേരം എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ബോധം വരും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താ? നമ്മൾ തിയറിറ്റിക്കലായിട്ട് എപ്പോഴും നിൽക്കുന്നത്. എപ്പോഴും തിയറിയും നമ്മുടെ ദേഹിയും തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പ്രാക്ടിക്കലും ആത്മാവും തമ്മിലാണ്. അപ്പം ഈ തിയറിയിൽ നിന്ന് എങ്ങനെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്? അനുസരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായാലും ഇല്ലേലും. ഇല്ല, നമ്മളൊരു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് വല്ലതും മനസ്സിലാകും. തീയെ തുടരുതെന്ന് പറയും. അതിൻ്റെ ചിന്ത എന്താ? എന്തുകൊണ്ടാണ് എന്നോട് തീയെ തുടരുന്നത്? ഈ അമ്മയാണ് എപ്പോഴും തീക്കകത്ത് കളിക്കുക. ശരിയല്ലേ? അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുകയല്ലേ അത്. അവർക്ക് എപ്പോഴത് മനസ്സിലാകുന്നേ? അവർ മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോഴാണ്. അതുപോലെ കത്തിയെ തുടരുതെന്ന് പറയുന്നു. എപ്പോൾ നോക്കിയാലും അമ്മയുടെ കയ്യിൽ കത്തി കാണാം. അപ്പോൾ എന്നോട് തൊടരുതെന്നോട്ട് അമ്മ എന്തിനാ തൊടുന്നേ? അതേസമയം അതിന് എപ്പോഴത് മനസ്സിലാകുന്നേ? അത് കുറച്ചുകൂടി പക്വതയിലേക്ക് വരുമ്പോഴാണ്. ആത്മീയമായിട്ട് ഇങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. അപ്പോൾ നമ്മളുള്ള ചിന്ത എന്താ? അങ്ങനെ കീഴടങ്ങിയാൽ എങ്ങനെയാ ശരിയാകുന്നു? അങ്ങനെ വിട്ടാൽ എങ്ങനെയാ ശരിയാകുന്നില്ലേ? പക്ഷേ നമുക്ക് ഉദാഹരണമായിട്ട് പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? സാറെ കുറിച്ചാണ് പറഞ്ഞത്. സാർ എന്ത് ചെയ്തു? അബ്രഹാം പറഞ്ഞതിന് കീഴടങ്ങിയത് പൂർണ്ണമായിട്ട്. ഇനിയും പെങ്ങളാന്ന് പറയാൻ പറഞ്ഞപ്പം പെങ്ങളാണെന്ന് പറഞ്ഞ്, ഭാര്യയാന്ന് പറയാൻ പറഞ്ഞപ്പം ഇല്ലേ, ഇപ്പം പെങ്ങളാന്ന് പറയാൻ പറഞ്ഞ ഉടനെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചു നിന്നു. ഞാൻ പറയത്തില്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, കള്ളം പറയാൻ പാടുണ്ടോ? ദൈവം പറഞ്ഞിരിക്കുന്ന കള്ളം പറയില്ലെന്നല്ലേ? ഇല്ല, അങ്ങനത്തെ പോരാട്ടമൊന്നുമില്ല. എന്താ അതിൻ്റെ കാരണം? ഈ താഴ്മയുടെ വഴിയിലാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
ജോജി ബ്രദർ പറഞ്ഞ പോലെ സാക് ബ്രദർ സ്ഥിരം പറയുന്നൊരു വാക്യമാണ് അത്. ഇതിൻ്റെ രഹസ്യം 3 കാര്യങ്ങളാണ്: താഴ്മ, താഴ്മ, താഴ്മ. എന്താ, ആർക്കാ ദൈവം തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത്? താഴ്മയും സൗമ്യതയുള്ളവർക്കാണ് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ വഴി തിരിച്ചറിയണത് എന്ത് വേണം? നമുക്ക് താഴ്മ വേണം. താഴ്മയുള്ള ഒരാൾ അനുസരിക്കുകയെന്ന് ചോദ്യം ചെയ്യത്തില്ല, മനസ്സിലായാലും ഇല്ലേലും. ഇപ്പൊ അബ്രഹാമിനോട് പറയുന്നു, നീ നിന്റെ മകനെ ഏകജാന ഇസാക്കിനെ തന്നെ കൊണ്ട് യാഗം കഴിക്കാൻ പറയുന്നു. ഒരു തർക്കവും വാദം വല്ലതും ഉണ്ടായോ? ഒത്തിരി തർക്കിക്കാനുണ്ട്. വേണം അബ്രഹാമിന് ചോദിക്കാം, ഞാൻ അന്നേ പറഞ്ഞതാ എനിക്കിനി ഒരു സന്തതിയൊന്നും വേണ്ട, ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതി, നീ ഈ കൊച്ചിനെ തന്ന് ഇത്രയായപ്പം കൊണ്ട് യാഗം കഴിക്കാൻ പറയുന്നു. അതങ്ങനെ ശരി? ഒത്തിരി തർക്കം നമ്മുടെ ബുദ്ധിയിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ട്. ഈ സംശയങ്ങളെല്ലാം എവിടുന്ന് വരുന്ന? ദേഹിയിൽ നിന്ന്. ആത്മാവിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് സംശയം ഉണ്ട്. എൻ്റെ കാരണം എന്താ? നമ്മളെവിടെ നിൽക്കുന്നത്? നമ്മൾ ദേഹിയുടെ തലത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് സംശയം വരുന്നത്. നമ്മൾ എത്ര നിവാരണം വരുത്തിയാലും ദേഹിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് സംശയം മാറത്തില്ല. എപ്പോഴാണ് ഒരു സംശയം മാറുന്നത്? ആത്മാവിലേക്ക് തിരിയുമ്പം പെട്ടെന്ന് സംഗതി പിടുത്തം കിട്ടും. ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ മാറി കഴിയുമ്പോൾ പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, പിന്നെ ആത്മാവ് തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ആത്മാവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പം നമുക്ക് ഒത്തിരി ചോദ്യങ്ങളില്ല. നമ്മുടെ ചോദ്യങ്ങൾ കുറയാൻ തുടങ്ങും, സംശയങ്ങൾ കുറയാൻ തുടങ്ങും. അപ്പം നമുക്ക് സംശയം കൂടുന്നത് എപ്പോഴാണ്? ദേഹിയുടെ തലത്തിൽ നിൽക്കുമ്പോഴാണ്, നമ്മുടെ തന്നെ ചിന്തകളിൽ നിൽക്കുന്ന. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, 2 കൊരിന്ത്യർ 3:5 അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:5. മതി. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ഞങ്ങളിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമ്മുടെ ദേഹിയിൽ നിന്ന്. ഈ ദേഹിയിൽ നിന്ന് വരുന്ന എല്ലാം ആർക്കെതിരാ? ദൈവത്തിന്, ആത്മാവിനെതിരാ. എന്തുകൊണ്ടാണ് സഭകളിൽ ഭിന്നത ഉണ്ടാകുന്നത്? ഈ ദേഹിയുടെ തലത്തിൽ നിൽക്കുന്നവരാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുന്നവർക്ക് എന്തില്ല? അവിടെ ഒരു കൂട്ടായ്മയുള്ളൂ, ഭിന്നതയൊന്നുമില്ല. അവർ കാഴ്ചയാലല്ല നടക്കുന്നത്, വിശ്വാസത്താലാണ് നടക്കുന്നത്. ദേഹിയുടെ തലത്തിൽ നിൽക്കുന്നവരെങ്ങനെ നടക്കുന്നത്? കാഴ്ചയാല. നമ്മളിങ്ങനെ ഓരോ ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി കൊണ്ട് പിടുത്തം കിട്ടുന്നില്ല, പിടുത്തം പറയുന്നത്. ആത്മീയ കാര്യങ്ങൾ ദേഹിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആർക്കെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ? ആത്മാവിന്. നമ്മളെങ്ങനെ പണിയുന്നത്? എഫെസ്യൻസിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നമ്മളെ ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവത്തിന് നിവാസമാകേണ്ടത് നമ്മളെ ആത്മാവിലാണ് പണിയുന്നത്. ഇപ്പം ആത്മാവിന് പെട്ടെന്ന് മനസ്സിലാകും. ആത്മാവിൽ നടക്കുന്ന 2 പേർക്ക് തമ്മിൽ പെട്ടെന്ന് കാര്യങ്ങൾ പിടുത്തം കിട്ടും, ഒരു സംശയമില്ല അവർക്ക്. പക്ഷേ ഈ ദേഹിയിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സംശയങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ പ്രധാന പ്രശ്നം അതാണ്. നമ്മളപ്പോൾ ആത്മാവിലേക്ക് തിരിയുന്നിടത്താണ് നമ്മുടെ മൂടുപടി എവിടെ കിടക്കുന്നത്? ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെയാണ് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും. മൂടുപടം എവിടെ കിടക്കുന്നത്? കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്, ആ മുഖം ഏത് മുഖമാണ്? ഹൃദയം. ആത്മാവിൻ്റെ ഹൃദയം. നമ്മൾ ആത്മാവിലേക്ക് തിരിയുമ്പം ഈ നമ്മുടെ എല്ലാ സംശയവും തീരും. കാരണം നമ്മുടെ കണ്ണ് തുറക്കും. ഒരു അന്ധൻ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അന്ധനോട് എത്ര പറഞ്ഞാലും പുള്ളിക്ക് എന്താ മനസ്സിലാവുക? ഒരന്ധന ഒരാളോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത ആളൊക്കെ, ഇത് കണ്ടിട്ടില്ലാത്ത ആളോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്താ മനസ്സിലാവുക? നമ്മൾ അന്ധന്മാരെ, ആനയെ കാണാൻ പോയ ചരിത്രമൊക്കെ നമുക്കറിയാം, കഥകളൊക്കെ അറിയാം. കാലെ തപ്പി നോക്കിയാൽ എന്ത് പറഞ്ഞു? വലിയ തൂണ് പോലെ. ചെവിയെ പിടിച്ചാൽ എന്നാ പറഞ്ഞേ? ഇത് മുറം പോലെ ഇരിക്കുന്നത്. ഞാൻ മുറവെന്നൊക്കെ കേട്ടിട്ടില്ല. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞ ഉദാഹരണമുണ്ട്. എൻ്റെ മൂത്ത മോള്, ഞങ്ങളിവിടെ ഈ വഴിക്ക് നേരെ അക്കരയായിരുന്നു. ഇവിടെ റബ്ബർ ഷീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ഈ റോഡിൽ കൂടെ ഇവിടെയുള്ള ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ കടന്നുപോയി. പുള്ളി നന്നായിട്ട് കറുത്ത് ഉയരമൊക്കെ കുറഞ്ഞ് താടിയൊക്കെ വളർത്തി തലമുടിയൊക്കെ വളർത്തിയ ഒരാളാണ്. പെട്ടെന്ന് ഇയാളെ കണ്ടു കണ്ട കൊച്ചു ചോദിച്ചു, ഇതാണോ ചാച്ച കുറുക്കൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ മനസ്സിൽ കുറുക്കൻ എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ ആളെ കണ്ടപ്പോൾ ആ ധാരണയ്ക്ക് ഒത്തോണ്ട ഒരാൾ, ഇതാണോ കുറുക്കൻ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം ചിന്തകളിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട്, നമ്മളിൽ തന്നെയുള്ളൊരു ധാരണ. ആ ധാരണ യാഥാർത്ഥ്യം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല.
എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഒരു പ്രബോധനത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പം നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്താ പറയുന്നതെന്ന്. ഇപ്പം അത് കണ്ണ് തെളിയുന്ന എപ്പോഴാണ്? കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീങ്ങിപ്പോവും. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിൽ നിന്നല്ല വരുന്നത്. അതാ പൗലോസപ്പൻ പറഞ്ഞു, ഞങ്ങളിൽ തന്നെ വലുതും വരുന്ന പോലെ നിരൂപിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല. പിന്നെ എവിടുന്നാണ് വരുന്നത്? പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിലൊരു പ്രകാശം കിട്ടുന്നു. പുറത്തെ കണ്ണുകൊണ്ടല്ല കാണുന്നത്, ഹൃദയം കൊണ്ട്. അപ്പം അതുവരെ നമ്മുടെ കുടുംബജീവിതം ശരിയാകത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒന്നും കുടുംബജീവിതം ശരിയാകത്തില്ല. ഭാര്യയെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ഭർത്താവിന് കീഴടങ്ങാനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആത്മാവിലേക്ക് തിരിഞ്ഞ് ഈ മൂടുപടം നീങ്ങി പോയി കഴിയുമ്പം പിന്നെ ഒരു ഉപദേശത്തിൻ്റെ പോലും ആവശ്യമില്ല. ആരാ അന്നേരം നമ്മളെ നടത്തുന്നത്? ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ സ്വയത്താൽ നടത്തപ്പെടുന്നവരോ? അവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, ചിൽഡ്രൻസ് ഓഫ് ഗോഡ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ കുഞ്ഞുങ്ങളാകാൻ. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ അത് വ്യക്തമല്ല, രണ്ടിടത്തും മക്കളെന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താ? എന്നാ പറഞ്ഞു കൊടുത്താലും തിരിയത്തില്ല, തിരിഞ്ഞെന്ന് പറഞ്ഞാലും അതിന് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. പക്ഷേ നമ്മളൊരു ചിൽഡ്രൻ അല്ല മക്കളായിത്തീരുന്ന എപ്പോഴാണ്? ആത്മാവിനാൽ നടത്തപ്പെടാൻ തുടങ്ങുമ്പോൾ. റോമർ 8 അതാ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ആരാലാ നടത്തപ്പെടുന്നത്? ആത്മാവിനാലാണോ? ആത്മാവ് എപ്പോഴും നമ്മളെ എങ്ങനെ നടത്തുന്നത്? വചനം. നമ്മളത് മനസ്സിലാക്കണം. ആത്മാവ് നമ്മളെ നടത്തുമ്പോൾ എപ്പോഴും വചനമാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളതിൽ നടക്കുമ്പം ആത്മാവ് വചനമാണ് പറയുന്നത്. ഒരു പരീക്ഷയുടെ സമയത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആത്മാവിനാൽ നടക്കണോ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കണോ എന്നുള്ളൊരു യശയ്യാപ്രവചനത്തിൽ പറഞ്ഞ പോലെ ഒരു നാൽക്കവലയാണ്. 4 വശത്തോട്ടും വഴിയുണ്ട്, നമുക്കറിയത്തില്ല ഏത് വഴിക്കാണ് തിരിയേണ്ടിയെന്ന്. ഇപ്പം ആ സമയത്ത് പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുക, ഇതാ വഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം ഭാര്യയായിട്ടൊരു ടെൻഷൻ ഉയർന്നു വരുമ്പം ആത്മാവ് ഉള്ളിൽ നിന്ന് പറയുക, ഭാര്യയെ സ്നേഹിപ്പിൻ, അവളോട് കയ്പായിരിക്കരുത്. ആത്മാവിൽ നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അവന് വഴി വ്യക്തമായി, അവൻ അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിക്കും. പക്ഷെ ദേഹി നടക്കുന്ന ഒരാളോ? ദേഹി നടക്കുന്ന ഒരാൾ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഇപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ അത് ശരിയാകത്തില്ല. ഇപ്പം ഞാനങ്ങനെ എൻ്റെ മുഖമൊക്കെ വീർപ്പിച്ച് ഇച്ചിരി ഈ ഗൗരവത്തിലൊക്കെ ഇരിക്കണം, എന്നാലേ ഭാര്യ ശരിയാ വഴി പോകത്തുള്ളൂ. പക്ഷെ ആത്മാവ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചാൽ അങ്ങനത്തെ സംശയമില്ല. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ ഭാര്യ പറയുന്നതിനെല്ലാം കേൾക്കാനും വഴങ്ങാനും നിന്നാൽ ആകെപ്പാടെ കാര്യങ്ങൾ ക്രമക്കേടിലാവുമെന്നാണ്. പക്ഷെ ആത്മാവ് നടത്തുന്നിടത്ത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നമുക്കില്ല, നമ്മൾ സ്വസ്ഥരായിരിക്കും. അപ്പം ഇന്ന് പകലിൽ നമ്മളായിരിക്കുമ്പം ഈ ഒരു സത്യം അറിയാനായിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ പ്രകാശനം എവിടുന്നാണ് വരുന്നത്? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കും. അതാ പറഞ്ഞ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പറഞ്ഞ്. നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഇവിടം കൊണ്ട് ഗ്രഹിക്കാനാ? ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാണ് ശ്രമിക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട്. ആ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? അത് ദൈവത്തിനെതിരാ. ആ മനസ്സിൽ വരുന്ന ചിന്തകളല്ല, ഈ സംശയം ഇവിടുന്നാണ് വരുന്നത്. ഈ സാത്താൻ നമ്മളെ വീഴിക്കാനായിട്ട് സംശയം കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ മനസ്സിലായിടുന്നത്. ആത്മാവിന് വല്ല സംശയമുണ്ടോ? ഇല്ല, ആത്മാവിന് സംശയമില്ല ഈ കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പം ദൈവം ഇല്ലെന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ ചിന്ത കൊണ്ടുവരുമ്പോഴേ നമ്മുടെ ആത്മാവ് എന്ത് പറയും? അവനെ പുറത്താക്കും. ഇത് നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവം ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിരിക്കും എൻ്റെ ആത്മാവിൽ. അതാണ് എന്നെ ഈ മുന്നോട്ട് നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നൊരു. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആ സത്യമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ സാത്താനെ എതിർത്ത് നിൽക്കും. അതുകൊണ്ട് ആരുടെ അടുത്താണ് സാത്താൻ ദൈവം ഇല്ലെന്നുള്ള സംശയമായിട്ട് വരുന്നത്? ഈ ശിശുക്കളുടെ അടുത്ത. കാരണം അവർക്ക് കണ്ണിന് കാണുന്നേ ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തുള്ളൂ. അവരുടെ ഹൃദയത്തിന് കണ്ണ് തുറക്കാത്തതുകൊണ്ട് അവർക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെ ഇട്ട് കൊടുക്കും. ഇല്ലേ, ഇന്നലെ ഏബലിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഗോസാക്ഷിക്കാർ വന്നൊരു കഥ പറഞ്ഞു. ഏബൽ തന്നെയുള്ളപ്പം 2-3 പേര് കയറി വന്നു. അപ്പം ഇന്നലെ ഏബൽ എന്നോട് പറഞ്ഞൊരു കാര്യം, ജോസങ്ങളില്ലാത്തൊരു സൺഡേയിൽ ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് സഹോദരന്മാരൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വചനത്തിന് വിരുദ്ധമാണ്, അവരോട് സംസാരിക്കരുത്, വീട്ടിൽ പോലും കയറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളവരോട് സംസാരിക്കാൻ പഠിപ്പിക്കേണ്ടത് എന്താ? 2 യോഹന്നാനിൽ പറയുന്ന വാക്യമാണ്, പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനുള്ള പിതാവ് കൊണ്ട് ഒരുതിന് ഉപദേശം കൊണ്ടല്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവനെ വീട്ടിൽ കയറ്റരുത്, അവനോടൊരു ലോഹ്യവും പറയരുത്.
അവരെ പഠിപ്പിക്കേണ്ട ആ ഒരു വാക്യം പഠിപ്പിച്ചാൽ മതി. അവരോട് നമ്മൾ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ തർക്കത്തിൻ്റെ പ്രശ്നമേ ഇല്ല. കാരണം ഇത് വിശ്വാസത്തിൻ്റെ വഴിയാണ്. ഈ തർക്കം ഇവിടുന്ന് വരുന്നതാ, ദേഹിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ്, ഒരുത്തൻ തർക്കിക്കാൻ ഭവിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടിയിൽ ദൈവസഭകൾക്കും ഇല്ലെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. കാരണം എന്താ? ഈ വിശ്വാസത്തിന്റെ മാർഗത്തിൽ തർക്കത്തിന് എന്താ പ്രസക്തിയുള്ളത്? തർക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ടൊരു കാര്യം കാണുന്നു, മറ്റൊരാൾ നോക്കിയിട്ട് ഇത് കാണുന്നില്ല. ദേഹിയിൽ നിൽക്കുന്ന ആൾക്ക്, പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഉണ്ടെന്ന് പറയുന്നു, പുള്ളി ഇല്ലെന്ന് പറയുന്നു. പക്ഷെ എനിക്കിത് വ്യക്തമായിട്ട് കാണുമെങ്കിൽ പിന്നെ ഞാൻ തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ പുള്ളി എന്തിനു വേണ്ടി ഞാൻ തർക്കിക്കേണ്ടിയേ? അല്ല, എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടിയേ? എലീശ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് എൻ്റെ കണ്ണൊന്ന് തുറക്കണം. അല്ലേ? ഗേഹസി പ്രവാചകൻ നോക്കുമ്പോൾ എന്താ കണ്ടിരിക്കുന്നത്? പ്രവാചകന്റെ വീടിരിക്കുന്ന മല മുഴുവൻ ശത്രുസൈന്യം വന്ന് മൂടിയിരിക്കുക. കണ്ടിട്ട് ഓടി വന്നിട്ട്, അയ്യോ യജമാനെ ചതിച്ചു, നമ്മളെങ്ങനെ രക്ഷപ്പെടും, നമ്മളെ വളഞ്ഞു. പ്രവാചകൻ കൂളാ. എന്നിട്ട് പ്രവാചകൻ എന്താ ചെയ്തേ? കർത്താവ് ഇവൻ്റെ കണ്ണ് തുറക്കണം. തുറന്നുകൊണ്ട് അവൻ എന്താ കണ്ട്? അഗ്നിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് മൂടിയിരിക്കുന്ന കണ്ടു. ഇതാണ് ഈ വിഷയം. ആത്മാവിൽ ഒരാൾക്കത് കാണാം, മറ്റേ ആൾക്കത് കാണുന്നില്ല. മറ്റേ ആളെന്താ കാണുന്നത്? ശത്രുസൈന്യത്തെയാണ് കാണുന്നത്. പക്ഷെ പ്രവാചകൻ എന്തിനെയാണ് കാണുന്നത്? ഈ അഗ്നിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് ആ മല മൂടിയിരിക്കുക, അവർക്ക് അടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഗേഹസിക്ക് അത് കാണത്തില്ല, പ്രവാചകന്. അതുകൊണ്ട് പ്രവാചകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സംശയം തീർന്നു, സംഗതി തീർന്നു. ഇതാ പ്രശ്നം. നമ്മൾ ആത്മീയ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കാണാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രശ്നം. ഈ ആത്മീയ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അനുസരിക്കാൻ തുടങ്ങും. വചനം നമ്മൾ അനുസരിക്കാൻ തുടങ്ങും. മറ്റേ സംശയം വരുന്ന ആർക്കാ? അനുസരിക്കാത്തവർക്കാണ് സംശയം വരുന്നത്. അനുസരിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാകത്തില്ല. അപ്പം എന്താ നമ്മുടെ പ്രശ്നം? നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ ദേഹിയുടെ തലത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിയണം, ആത്മാവിലേക്ക്, കർത്താവിലേക്ക് തിരിയണം. നമ്മുടെ ആന്തരിക കണ്ണ് തുറന്നു. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം കണ്ടോണ്ടാണ് നമ്മൾ നടക്കും. നമുക്ക് വഴി വളരെ വ്യക്തമാണ്. നമ്മളൊരു പാട്ടി പാടാറില്ലേ, വഴി നമുക്ക് നിശ്ചയം. അങ്ങനെ നിശ്ചയമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയും ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഭർത്താവിന് വഴിയെക്കുറിച്ചുള്ള നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്, അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. നിശ്ചയമാണ് വഴി. ഏത് സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആ വഴി എനിക്ക് നിശ്ചയമാണ്, ഞാനത് ചെയ്യും. പക്ഷെ ആ വഴി അറിയാത്തില്ലാത്ത ഒരാളോ, അവൻ ബുദ്ധിയാലാണ് നയിക്കപ്പെടുന്നത്, അവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ തലത്തിൽ നിന്നുകൊണ്ട് ആത്മാവിലേക്ക് തിരിയുമ്പോഴോ നമുക്കിത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒരു കൂട്ടർക്ക് ഇത് വാതിലിടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതാണ്. 119 സംഗീതത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനയുള്ള വഴിയിൽ ഓടും. ഇനി വിശാലത ഇല്ലെങ്കിൽ ഓടാൻ പറ്റുമോ? ഇടുക്കമുള്ളിടത്തോടെ നമുക്ക് ഓടാൻ പറ്റുമോ? നമ്മളെങ്ങനെ കടന്നു പോകുന്നേ? തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ ബലം പ്രയോഗിച്ച് തരത്തി പോവുക. നമ്മുടെ ക്രിസ്ത്യൻ ഇന്ന് അങ്ങനെ ആയിരിക്കുന്നത് അല്ലേ? നമ്മുടെ കുടുംബീതം അങ്ങനല്ലേ ആയിരിക്കുന്നത്? പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാ, കർത്താവിൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണം. എലീശ പ്രാർത്ഥിച്ച പോലെ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം. നമുക്ക് ആ ഒരു പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. അപ്പം നമ്മൾ പാടിയ പാട്ടിൽ അതാ പാടിയേ, കൃപാക്കടലേ നിന്റെ തീരത്ത് ഞാൻ എത്ര നാളായി ആകാംക്ഷയോടെ നിൽപ്പൂ. നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ആകാംക്ഷയുണ്ട്? കർത്താവേ, ഒരു ഭർത്താവ് എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, കയ്പില്ലാതിരിക്കണം, അവൾക്ക് ബഹുമാനം കൊടുക്കണം. ഒരു ഭാര്യയ്ക്ക്, കർത്താവ് എനിക്ക് എൻ്റെ ഭർത്താവിനെ അനുസരിക്കണം, കീഴടങ്ങണം, ബഹുമാനിക്കണം. എത്ര മക്കൾക്ക് ആഗ്രഹമുണ്ട് എനിക്കെൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം? എത്ര മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്? എഫെസ്യർ 6 തുടർന്ന് പറയുന്നത് എന്താ? പിതാക്കന്മാരെ, അല്ലെ സിസ്റ്റർ പറഞ്ഞപ്പം, ലവ്ലി സിസ്റ്റർ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് അടിക്കാൻ പറ്റത്തില്ല, അത് റോയിച്ചനെ അടിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫെസ്യർ 6 അധ്യായത്തിൽ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും അപ്പനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാതെ. കോപിപ്പിക്കാതിരിക്കുന്ന എങ്ങനെ പിള്ളേരെ കോപിപ്പിക്കാതിരിക്കുന്ന? എപ്പോഴാണ് പിള്ളേർ കോപിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ തെറ്റ് ചെയ്തു, നമ്മൾ അവരെ അടുക്ക വിളിച്ച് തോളെ കയ്യൊക്കെ ഇട്ട് ശാന്തമായിട്ട് പോകും. മോളെ അങ്ങനല്ലേ വചനം, അങ്ങനെ ചെയ്യാൻ അവരെന്ത് പറയും? ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും. അതിന് പകരം നമ്മൾ ഇങ്ങോട്ട് പാടി എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ച് ഒലച്ച് ഇങ്ങോട്ട് പിടിച്ച് 2 എണ്ണമൊക്കെ കൊടുത്തിട്ട് പറയുമ്പം അവരുടെ പ്രതികരണം എങ്ങനെയാ? പുറമേ പേടിച്ചിട്ട് മിണ്ടിയിലും ഉള്ളിൽ വേറെ വല്ല പടിയുണ്ടോ പോയി നോക്കാൻ പറയും. അകത്ത് പുറമേ പറയല്ല, ഇല്ലേ? ഇപ്പൊ ശരിക്കും പിള്ളേർ സ്നേഹം എവിടുന്നാ കാണണ്ടിയേ? എവിടുന്ന? ഇപ്പം ഭാര്യയോട് ഭർത്താവിനെ സ്നേഹിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെന്താ പറഞ്ഞത്? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ കീഴടങ്ങിയിരിപ്പീൻ, അനുസരിപ്പീൻ,
എന്തുകൊണ്ടാണ് ഈ സ്നേഹിക്കാൻ പറയാതിരുന്നത് എന്താ? പക്ഷെ ഭർത്താവിനോട് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ കൽപ്പന, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മറ്റൊരു മാതൃകയാണ് പറഞ്ഞു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എന്തുകൊണ്ടാണ് സൗകര്യമാരോട് സ്നേഹിക്കേണ്ടെന്ന് അല്ല സ്നേഹിക്കാൻ കൽപ്പന കൊടുക്കാതിരിക്കാൻ കാരണം എന്താ പറയാമോ? സൗരന് ഈ സൗരന്മാരെക്കാൾ സൗരന്മാരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഈ സ്നേഹിക്കാനുള്ളൊരു തള്ളുണ്ട്. അതുകൊണ്ട് അവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭർത്താവ് കൂടെ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എന്ത് വരും? അത് 7 മടങ്ങായിട്ട് തിരിച്ചിങ്ങോട്ട് വന്നോളും. അത് ഭർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് വരത്തുമില്ല. അവർ സഹിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അവർക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഹൃദയം കൊണ്ട് എന്തുണ്ടാവും? തമ്മി കാണുമ്പം സാറിന് കാന്തം ഒരു ഇരുമ്പിനെ കാണുമ്പോൾ എന്താ ചെയ്യുക? ആകർഷിക്കും. 2 കാന്തങ്ങൾ തമ്മിൽ അടുപ്പിച്ചാലോ വികർഷണം ഉണ്ടാകുക. അകന്നകന്നു പോകും. അപ്പം നമ്മുടെ കുടുംബം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയല്ലേ? പ്രായം കൂടുന്തോറും അടുത്തടുത്ത് വരികയാണോ? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇങ്ങനെ കണ്ടു. ഒത്തിരി പ്രായമുള്ളൊരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ബസ് സ്റ്റോപ്പിലിരിക്കുക. അപ്പം പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മൂമ്മ പുള്ളിയുടെ മടി തല വെച്ച് ഉറങ്ങുക. അപ്പം ആ ഹൃദയത്തിൻ്റെ ആ അവസ്ഥ കാണാൻ പറ്റും. നമ്മളാണേലോ നമ്മൾ തന്നെ എടുക്കും, പയ്യെ തള്ളി അങ്ങോട്ട് മാറ്റി കിടത്ത്. നമ്മൾ ആദ്യം ചിന്തിക്കും ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുമെന്ന്. എന്ത് വിചാരിക്കാനാ കണ്ടാലേ? സുബോധമുള്ളം കണ്ടാൽ എന്ത് വിചാരിക്കും? ഇത്രയും പ്രായമായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെ ആണല്ലോ എന്ന് അവർ ചിന്തിക്കുന്നത്. ഇല്ല, നമ്മളെപ്പോഴും ഈ ദേഹിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരാൾക്കേ അത് പറ്റത്തില്ല. ഒരു ആകർഷണം ഉണ്ടാകും എപ്പോഴും. കൂടുതൽ അടുത്തോണ്ടിരിക്കും. പ്രായമാകും തോറും എന്താ സംഭവിക്കുക? പിരിയാൻ കഴിയാത്ത, അല്ലേ? സാഗ്ബ്രർ പറഞ്ഞൊരു ഉദാഹരണം ഒന്നുകൂടെ പറയാം. സാഗ്ബ്രർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ആദ്യം എൻ്റെ ഭാര്യ മരിക്കണം, അത് കഴിഞ്ഞ് ഞാൻ മരിക്കാനുള്ള കാരണം പറഞ്ഞു. ഇതൊരു ദുഷ്ടലോകമാണ്, അവളൊരു പാവമാണ്, അവളെ ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല. യഥാർത്ഥ ഭർത്താവിൻ്റെ ഹൃദയം നമുക്കിവിടെ കാണാൻ കഴിയും. ഇങ്ങനത്തെ ഒരു ലോകത്ത് എൻ്റെ ഈ പാവപ്പെട്ട ഭാര്യയെ ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് കഴിയത്തുള്ളൂ. ഈ ആകർഷണം അനുഭവപ്പെടത്തുള്ളൂ. ദൈവം അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഒന്നാമതായിട്ട് പറയുന്നത് എന്താ? സ്നേഹം. ദീർഘമായി ക്ഷമിക്കുന്ന, ദയ കാണിക്കുന്ന, ദോഷം കണക്കിടാത്ത. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര പേർക്ക് അതിനു വേണ്ടി ഒരു ദാഹമുണ്ട്? നമ്മളെ പാടി കൃപാക്കടലിൽ നിന്റെ തീരത്ത് ഞാൻ എത്ര നാളായി ആകാംക്ഷയോടെ നിൽപ്പു. അടുത്തതെന്താ? മടങ്ങുകയില്ല ഇന്ന് ഇവിടുന്ന് ഇനി ഞാൻ, ആ പ്രവാഹം എൻ്റെ മേലെ ഒഴുക്കാതിരുന്നാൽ എന്ന് പറഞ്ഞ് നിന്റെ ആ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കരുണയുടെ പ്രവാഹം എൻ്റെ മേൽ ഒഴുക്കാതിരുന്നാൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. യാക്കോബ് പറഞ്ഞത് അത് തന്നെയാണ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ല. നമ്മുടെ വിളി അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ദാഹം നമുക്കുണ്ടോ? കർത്താവ് ആരെയാ യോഹന്നാൻ 7-ാം വിളിച്ച്? ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജലത്തിൻ്റെ നദികൾ, ഒരു പ്രവാഹം, അത് കർത്താവിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നു, നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു. ഇതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ലക്ഷ്യമാക്കാം. ഈ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ, ഈ സ്വഭാവത്തോട് അനുഭവപ്പെടാൻ. എന്നിട്ട് നമുക്ക് കർത്താവിനോട് എപ്പോഴും പറയാം, നീ ഈ പ്രവാഹം എൻ്റെ മേൽ അയക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ഇവിടുന്ന് ഇനി പോകത്തില്ല. നീ അയക്കുന്നിടം വരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഈ ഒരു പ്രാർത്ഥനയുമായിട്ട് നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോവാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.